സിദ്ധ സിദ്ധ വൈദ്യത്തിൽ ഒരു ഒഴിച്ചിലുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കോട്ടയ്ക്കലിൽ നിന്ന് ചെയ്തിട്ട് പോലും എനിക്ക് ശരിയാവാത്തത് ഈ സിദ്ധ ചികിത്സ. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചികിത്സയ്ക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അന്ന് തുടങ്ങിയ പ്രഷർ ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത് ഭയങ്കരമായിട്ട് പ്രഷർ കൂടുകയും കൽപ്പറ്റ ലിയോ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകേണ്ടിയൊക്കെ വന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ സർവീസിൻ്റെ കണക്ക് നോക്കുമ്പോൾ എന്നേക്കാൾ താഴെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് SI. അവൻ വന്നിട്ട് എന്നെ ഭീകരമായിട്ട് മർദ്ദിക്കുകയാണ്, പരസ്യമായിട്ട് മർദ്ദിക്കുകയാണ് അവൻ ചെയ്യുന്നത്. ഈ ജനങ്ങൾ ഇത്രയും കഷ്ടത അനുഭവിക്കുമ്പോൾ ഇവരുടെ കൂടെ ഇരിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതത്ര മോശം കാര്യമല്ല. അങ്ങനൊരു ചിന്ത എനിക്ക് വന്നു. എൻ്റെ തുടർ ചികിത്സ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ചികിത്സ അന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ വെച്ചാണ് നടന്നത്. അത് ചെവിയെ ബേസ് ചെയ്യുന്നു. പിന്നെ മറ്റു രീതിയിലുള്ള ഓർത്തോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കില്ല. അത് പിന്നെ ഞാൻ അവസാനം ആദ്യമായിട്ട് പിന്നെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിൽ പോയി. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലല്ല, കോട്ടയ്ക്കൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, അവിടെ പോയി കുറച്ച് ചികിത്സ ചെയ്തു. പക്ഷെ അതുകൊണ്ടൊന്നും എനിക്ക് ശരിക്കും മാറിയില്ല. എനിക്ക് ഈ അസുഖം മാറിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരെ നിൽക്കാൻ തുടങ്ങിയത് ഈ ഒരു സിദ്ധ ചികിത്സ ചെയ്തതിന് ശേഷമാണ്. സിദ്ധ ചികിത്സ എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ ഫാദർ തോമസ് കോച്ചേരി എന്ന് പറഞ്ഞ ഒരു ഫാദർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ എൻ്റെ സുഹൃത്തായിട്ടുള്ള ഫാദർ ജെയിംസിൻ്റെ ഒരു അവരുടെ കോൺഗ്രിഗേഷനിൽ ഉണ്ടായിരുന്നൊരു ഫാദറാണ്. അപ്പോൾ പുള്ളി വന്നിട്ടാണ് എന്നെ തമിഴ്നാട്ടിലുള്ള മധുരയിൽ തിരുമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ ഒരു ഡോക്ടർ റാണി, ഒരു എക്സ് നണ്ണാണ്, അവർ നടത്തുന്ന ഒരു സിദ്ധ ചികിത്സാലയത്തിൽ കൊണ്ടുപോയി ഒരു 20 ദിവസത്തോളം എന്നെ അവിടെ കൊണ്ടുപോയി ചികിത്സിച്ചിരുന്നു. അത് ഈ ഫാദർ തോമസ് കോച്ചേരിയാണ് അത് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചികിത്സ സിദ്ധ വൈദ്യത്തിൽ ഒരു ഒഴിച്ചിലുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കോട്ടയ്ക്കലിൽ നിന്ന് ചെയ്തിട്ട് പോലും എനിക്ക് ശരിയാവാത്തത് ഈ സിദ്ധ ചികിത്സ. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചികിത്സയ്ക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവിടുത്തെ ചുമതലക്കാരനായ ഫാദറിനെ വിളിച്ചിട്ടുണ്ട്. കോച്ചേരി അച്ഛൻ മരിച്ചുപോയി. അത് മാത്രമല്ല, അതിൻ്റെ ഭാഗമായിട്ടല്ലെങ്കിലും അന്ന് എനിക്ക് കുറേ ഈ പ്രഷർ പോലത്തെ, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ പ്രഷർ തുടങ്ങുന്നത് അന്നാണ്. ഇപ്പം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നാണ് എനിക്ക് പ്രഷർ ഉണ്ടെന്ന് തിരിച്ചറിയുന്നത്. അന്ന് തുടങ്ങിയ പ്രഷർ ഇതുവരെ മാറിയിട്ടില്ല. ഇപ്പോൾ ഈ അടുത്ത് ഭയങ്കരമായിട്ട് പ്രഷർ കൂടുകയും കൽപ്പറ്റ ലിയോ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകേണ്ടിയൊക്കെ വന്നു. ഇപ്പോൾ അതിൻ്റെ പല മരുന്നുകളും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. രാവിലെ നിങ്ങൾ വരുമ്പോഴത്തേക്കൊരു 4 ഗുളിക കഴിച്ച് കഴിഞ്ഞിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, അവർ നമ്മളെ പ്രതി ചേർത്തതിലോ ഒന്നുമല്ല. ഒരു അന്നത്തെ SI പോലും ഇപ്പോൾ സംസ്ഥാന സർക്കാർ സർവീസിൻ്റെ കണക്ക് നോക്കുമ്പോൾ എന്നേക്കാൾ താഴെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് SI. അവൻ വന്നിട്ട് എന്നെ ഭീകരമായിട്ട് മർദ്ദിക്കുകയാണ്, പരസ്യമായിട്ട് മർദ്ദിക്കുകയാണ് അവൻ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ എൻ്റെ പേരിലൊരു കേസെടുത്തു. അത് പിന്നെ ഞാൻ എന്തായാലും CBI വന്നപ്പോൾ CBIക്കാർ നമ്മുടെ പേരിൽ ചാർജ് ചെയ്ത് പോലുമില്ല. ഇനിയിപ്പോൾ ഇവന്മാർ തന്നെയാണെങ്കിലും ഇവന്മാരിപ്പോൾ കോടതി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേസ് വാദിച്ചാൽ മതി. മറിച്ച് അന്യായമായിട്ട് എന്നെ മർദ്ദിച്ചതിനെതിരായിട്ട് പ്രതികരിക്കണമെന്ന് എനിക്ക് അപ്പം തന്നെ തോന്നിയിരുന്നു. അപ്പം ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങാൻ കാത്തു നിൽക്കുമായിരുന്നു. എനിക്ക് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ പറയുന്ന കുറ്റങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് ആ കാര്യത്തിൽ പേടിയില്ലായിരുന്നു. എന്നോട് ചെയ്ത അനീതിയാണ്, അനീതിയെ ചോദ്യം ചെയ്താണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെയൊക്കെ ചെറുപ്പം മുതൽ
എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു 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 അനൗപചാരിക വിദ്യാഭ്യാസമുണ്ട്. അത് പ്രധാനമായിട്ടും എൻ്റെ അച്ഛൻ അന്നൊരു പാർട്ടി പ്രവർത്തകനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് എൻ്റെ ആ ഒരു അനൗപചാരിക വിദ്യാഭ്യാസം. അതിൽ അനീതിയെ ചോദ്യം ചെയ്യണമെന്നുള്ള പക്ഷക്കാരനായിരുന്നു അച്ഛൻ. ആ ഒരു അറിവ് എനിക്ക് ചെറുപ്പത്തിലേ കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പോലീസുകാർക്കെതിരെ കേസ് കൊടുക്കാൻ തയ്യാറായത്. അതെനിക്ക് ഒന്നാമത്തെ കാര്യം, എന്നെ ഉടനെ ഇമ്മീഡിയറ്റായിട്ട് സസ്പെൻഡ് ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. കാരണം 24 മണിക്കൂർ നമ്മൾ ജയിലിൽ കിടന്നാൽ, പോലീസ് കസ്റ്റഡിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ സസ്പെൻഡ് ചെയ്യും. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ എനിക്ക് ബന്ധമൊന്നുമില്ലെങ്കിലും എന്തായാലും കേസിൽ പ്രതിയായി. അപ്പോൾ ജോലിയുടെ കാര്യങ്ങളൊക്കെ ആകെ പ്രശ്നമായി. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്കുള്ള ഒരു ശമ്പളം മാത്രമാണ് എൻ്റെ ഒരേ ഒരു വരുമാനം. അപ്പോൾ പിന്നെ അതെല്ലാം പോവും. പിന്നെ എങ്ങനെയെങ്കിലും ജീവിക്കാം. എന്തായാലും വല്ല ട്യൂട്ടോറിയൽ കോളേജിൽ ക്ലാസ് എടുക്കാനും പോവാലോ, അല്ലെങ്കിൽ എന്തെങ്കിലും എഴുതാം, അങ്ങനെയൊക്കെ ചെയ്യാം. എന്തെങ്കിലും ആട്ടെ, ഏതായാലും പണി പോയി. അങ്ങനെ പിന്നെ ഭാര്യയും മക്കളെയും പറ്റി ആലോചിച്ചു, അച്ഛനെയും അമ്മേനെയും പറ്റിയൊക്കെ ആലോചിച്ചു. അങ്ങനെ കുറച്ച് നേരം അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിൽ ഇപ്പം എന്താ ചെയ്യുക, എനിക്കിപ്പോൾ ഞാൻ ഈ കസ്റ്റഡിയിലായി പോയല്ലോ, ഒരു രക്ഷയില്ല. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ റൂമിൽ, ജാനുവൊക്കെ ഇരുന്ന ആ റൂമിൽ കുറേ കുട്ടികളും സ്ത്രീകളും, ആദിവാസികളെന്ന് പറഞ്ഞാൽ മർദ്ദനമേറ്റിട്ട് നേരെ നിൽക്കാൻ ഒരാൾക്കും പറ്റില്ല, അങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ അനുഭവിക്കുന്നത് ഒരു മോശം കാര്യമല്ല എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതുപോലത്തെ ഈ സ്ത്രീകളും ഈ കുട്ടികളും ഈ മനുഷ്യരും ഈ പീഡിപ്പിക്കപ്പെടുന്നതിൽ പെടുമ്പോൾ ഇവരിലൊന്നും പെടാത്ത ഒരാളായ ഞാനാണല്ലോ ഈ കൂടെ ഉള്ളത്. അപ്പോൾ എന്തായാലും ഇതൊരു മോശം കാര്യമല്ല എന്നെനിക്ക് ഉള്ളിൽ നിന്ന് പെട്ടെന്നൊരു ചിന്ത വന്നു. അപ്പോൾ അതുവരെ ഞാൻ ചിന്തിച്ചിരുന്നത് എൻ്റെ കുടുംബത്തെപ്പറ്റി മാത്രമാണ്. എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികൾ, എൻ്റെ അച്ഛനമ്മ, എൻ്റെ ഭാര്യ, അവരെപ്പറ്റി മാത്രം ചിന്തിച്ചിരുന്ന ഞാൻ പെട്ടെന്ന് ആ ചിന്ത അങ്ങ് മാറ്റിവെച്ചിട്ട് ഞാൻ വിചാരിച്ചു, ഇതെന്തായാലും ഒരു ചരിത്ര മുഹൂർത്തമാണ് ഈ ഘട്ടം. ഇത് തരണം ചെയ്തേ പറ്റൂ. എന്തായാലും ഇത് അത്ര മോശം കാര്യമല്ല. ഈ ജനങ്ങൾ ഇത്രയും കഷ്ടത അനുഭവിക്കുമ്പോൾ ഇവരുടെ കൂടെ ഇരിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതത്ര മോശം കാര്യമല്ല. അങ്ങനൊരു ചിന്ത എനിക്ക് വന്നു. അതിനുശേഷം എനിക്ക് ഭയമേ ഉണ്ടായിട്ടില്ല. ഞാൻ ഭയപ്പെട്ടിട്ടേ ഇല്ല. പിന്നെ മർദ്ദനത്തെയൊക്കെ വളരെ കൂളായിട്ട് ഞാൻ സഹിച്ചു. ഇല്ല, പിന്നെ ആ സമയത്ത് ഞാൻ ഇറങ്ങിയതിന് ശേഷം മറ്റേ സബ്സിസ്റ്റൻസ് അലവൻസ് പകുതി ശമ്പളം കിട്ടുമായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു ജനുവരി ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ CBI ചാർജ് ചെയ്യാത്തതുകൊണ്ട് എന്നെ സർവീസിൽ തിരിച്ചെടുത്തു. ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പലരും പല പോലീസുകാരായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ എന്താ പരിപാടി, കേസൊക്കെ ആയിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ സാധ്യത. മിക്കവാറും അവരിലൂടെ അന്വേഷിച്ചതായിരിക്കാം. അപ്പോൾ എന്തായാലും ഞാൻ വിട്ടുവീഴ്ചയ്ക്കൊന്നും തയ്യാറല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ഭയങ്കരമായിട്ട് പൈസ മുടക്കിയിട്ടാണ് മറ്റേ വോട്ടേഴ്സ്. ക്രിമിനൽ കേസിൽ അവർ ശിക്ഷിക്കപ്പെട്ട അവരുടെ പണി പോകും. അപ്പോൾ അതുകൊണ്ട് അവർ ആ ക്രിമിനൽ കേസിൻ്റെ കാര്യത്തിൽ പിന്നെ ഭയങ്കര നല്ലൊരു വക്കീലിനെയൊക്കെ വെച്ച്, അഡ്വക്കേറ്റ് ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ അന്ന് ഹൈക്കോടതിയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ആളാണ്. അയാളാണ് അവർക്ക് വേണ്ടി ഹാജരായതൊക്കെ. ഞാനും പക്ഷേ ഇപ്പോഴത്തെ ഇരിക്കുന്ന ജഡ്ജിയില്ലേ, PV കുഞ്ഞികൃഷ്ണൻ എന്ന് പറഞ്ഞ്, ആ ജഡ്ജിയാണ്, അദ്ദേഹം വക്കീലായിരുന്നു. അദ്ദേഹമാണ് എനിക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ പോയത്. പക്ഷെ കിട്ടിയില്ല. കുടുംബത്തിൽ നിന്നൊക്കെ നല്ല പിന്തുണയായിരുന്നു. പിന്നെ എൻ്റെ ഭാര്യ എന്നോടൊപ്പം തന്നെ നിന്നു. പിന്നെ അച്ഛനും അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ലായിരുന്നു. അച്ഛന് പൊതുവേ ആദിവാസി മേഖലയിലൊക്കെ ആദിവാസി ദളിത് പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ടിരുന്ന ആളായിരുന്നു. അതുകൊണ്ട് അച്ഛനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. അമ്മ പിന്നെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു
ഒരു ഔപചാരിക വിദ്യാഭ്യാസം എഴുത്തും വായനയൊന്നും അറിയാത്ത ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് അതിൻ്റെ ഒരു വലിയൊരു ഇതിനെപ്പറ്റിയുള്ള ചിന്തയൊന്നും അമ്മയ്ക്ക് പോയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അച്ഛനാണ് പിന്നെ അച്ഛൻ ഈ ദളിത് ആദിവാസി മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അത് പാർട്ടിയിലായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ പാർട്ടി വിട്ടെങ്കിലും അച്ഛൻ ആ മേഖലയിൽ തന്നെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ഭാര്യയ്ക്കും മക്കൾക്കൊന്നും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുട്ടികളൊക്കെ ചെറുതായിരുന്നല്ലോ. പിന്നെ വൈഫ് ഞാനിങ്ങനെ മർദ്ദനമൊക്കെ ഏറ്റു എന്നൊക്കെയുള്ള എൻ്റെ ഒരു വിഷമത്തിൽ പുള്ളിക്കാരത്തി ആ സമയത്ത് ആകെ വിഷമിച്ചിരുന്നു എന്നുള്ളതല്ലാതെ എനിക്കെതിരൊന്നും ആയിരുന്നില്ല.